പാത്തു പിടിക്ക് പാത്തു. അയ്യോ അയ്യോ നിന്നെ രക്ഷിക്കേ. നീ കാരണോ ദേവുന് പോയി അവസ്ഥ വന്നത്. അവക്ക് ജീവൻ ഉണ്ടോ പോലും അറിയില്ല. സോറി അർജുൻ, ഒരു അബദ്ധം പറ്റിപ്പോയി. എന്നെ രക്ഷിക്കേ. പൈസ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല തോന്നണേ. പേടിച്ചിട്ട് ബോധം പോയതായിരിക്കും. നിന്നെ രക്ഷിക്കാം. നിന്നെ പോലെ മനസ്സാക്ഷി ഇല്ലാത്തവനല്ല ഞാൻ. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? അയ്യോ കേറ്. എന്റെ ദൈവമേ, ഞാനാണല്ലോ വെള്ളം കേറില്ലെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ നിന്നത്. സോ വാട്ട് ഹാപ്പൻഡ്? ഇവിടെയും വെള്ളം കയറി. ഇനി ഞാൻ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? ഇവിടുന്ന് എപ്പോഴാ വെള്ളം ഇറങ്ങുക? അതോ വീട് മുഴുവൻ വെള്ളം കയറി മരിക്കോ? അയ്യോ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ വന്നിരുന്നെങ്കിൽ. ആരും വരുന്നില്ലല്ലോ. ഓ മൈ ഗോഡ്, ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങി പോകുമോ? എല്ലാവരും കുന്നും മലയും ഒക്കെ കയറി പോകുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നു. വല്ലാത്ത തെറ്റായി പോയി ഞാൻ ചെയ്തത്. അയ്യോ, വല്ലാത്തൊരു തെറ്റ്. ഈ വെള്ളം ഇവിടെ ഫുള്ള് കയറുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ. അയ്യോ, കാക്കയും പനി പിടിച്ചല്ലോ. വാട്ട് ഇസ് ദിസ്? വാട്ട് ദ ഹെൽ ഇസ് ദിസ്? എന്തൊരു വൃത്തിക്കേടാണിത്. അയ്യേ. അയ്യോ ഈ സാർ ഇവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നോ? സാറേ സാറേ. അയ്യോ, ആരാ? രക്ഷിക്കാൻ വന്നതാണോ? അതെ സാറേ. സാറേ ഇങ്ങോട്ട് ഇറങ്ങ്. വെള്ളത്തിലേക്ക് ചാട്. എന്നിട്ട് വണ്ടി കേറ്. സോറി, വള്ളത്തിൽ കേറ്. അയ്യോ, താനാണോ എന്നെ രക്ഷിക്കാൻ വന്നത്? വേറെ ആരും ഇല്ലേ? ചേട്ടാ, ഇവിടെ നല്ല ഒഴുക്കാ. ആരും ഇങ്ങോട്ട് വരാൻ തയ്യാറല്ല. ഇതിനടി പെട്ടതാ. അതാ, അതുകൊണ്ടാ ഏട്ടാ. ആ, ഓക്കെ. നന്ദിയുണ്ട്. താങ്ക് യു. എത്രയാ പണം വേണ്ടേ? അയ്യോ ചേട്ടാ, ഒരു ജീവൻ രക്ഷിച്ചതിന് വേണമെന്നും ചോദിക്കല്ലേ ചേട്ടാ. അയ്യോ ചേട്ടാ, ചേട്ടന് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. ഇനി ചേട്ടന് എനിക്ക് ക്യാഷ് തരാൻ നിൽക്കുക. ചേട്ടന്റെ വീടിന്റെ വെള്ളത്തിൽ മുങ്ങുന്നു. ഇതൊക്കെ ഒറ്റ നിമിഷത്തേക്ക് തകരാവുന്നേ ഉള്ളൂ. താനൊന്ന് പൊക്കി. ഇവിടെ ഇപ്പൊ വെള്ളം അപ്പോഴേ എന്റെ വീട് നല്ലതുപോലെ തന്നെ ഉണ്ടാകും. ഞാൻ കുറച്ച് കുഞ്ഞന്മാരെ വിളിപ്പിച്ച് ക്ലീനാക്കും. അത്രേ ഉള്ളൂ. സാധാരണ ഒരു വെള്ളപ്പാച്ചിലും ഇവിടെ വെള്ളം കയറാറില്ല. പ്രാവശ്യം എന്ത് പറ്റുന്നാവോ? പ്രകൃതിക്കൊരു മാറ്റം. ചേട്ടാ, ഒരുപാട് അഹങ്കരിക്കല്ലേ. ദൈവം വിചാരിച്ചാൽ എല്ലാം തിരിച്ചെടുക്കാം. അത് ഓർക്കണം ചേട്ടാ. ദൈവം ഒന്ന് വിരലിനൊടിച്ചാൽ മതി, ചേട്ടന് എല്ലാ സമ്പത്തും നഷ്ടപ്പെടും. താനൊന്ന് പോടോ. തന്റെ പുരാണം കേൾക്കാനൊന്നും അല്ല ഞാൻ വന്നേ. പിന്നെ എന്താന്ന് വെച്ചാ, വന്നേക്കുന്ന വെള്ളം മഴ പെയ്ത് വന്നതല്ല, അത് പുഴയിൽ നിന്ന് വന്നതാ. അപ്പൊ നല്ല ഒഴുക്ക് കാണും. അതാ പിന്നെ ഞാൻ തന്റെ കൂടെ വന്നേ. അഥവാ ഒഴുകിപ്പോയാലേ കോടിക്കണക്കിന് സമ്പത്തിന്റെ ഉടമയായിരിക്കും ഒഴുകി പോവാ. ചേട്ടാ, അഹങ്കാരത്തിന് ഒരു കുറവും വരുത്തരുത്. ഈ സാഹചര്യത്തിലും അഹങ്കാര വാക്കുകൾ മാത്രം പറഞ്ഞോളൂ. താങ്കളുടെ ജീവൻ ആപത്തിലായിരുന്നു. താങ്കളത് മറക്കരുത്. ഇനിയും ശരിക്കും ആപത്തിലല്ലാതിരിക്കുമോ എന്നറിയില്ല. എന്നെ കൊണ്ട് കഴിയുന്നോ ഞാൻ തുഴഞ്ഞ് കരയിലെത്തിക്കാൻ നോക്കാം ചേട്ടാ. താൻ കാരണം ഞാൻ മരിച്ചാ തന്നെ ഞാൻ വെറുതെ വിടില്ലടോ. മരിച്ചു കഴിഞ്ഞാൽ താങ്കൾ എന്നെ എന്ത് ചെയ്യാനാ? താങ്കൾക്ക് എന്താ തീരെ കഥയില്ലേ? ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ, പൈസയുടെ ഉങ്ങും കാണിച്ച്. ആ ആ പൈസ ഉണ്ടായാ മതി എല്ലാത്തിനും. ഓ, പൈസ ഉണ്ടായിട്ട് എന്താ? ഈ വീടിന് മേൽക്കൂരയിൽ കയറി ഇരുന്നത് അകത്തിരിക്കാമായിരുന്നില്ലേ? എന്തിനാ രക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞ് അലറിയത്? താങ്കൾക്ക് പൈസ ഇല്ലേ? എന്തിനാ അങ്ങനെ അലറിയത്? താങ്കൾ ദയവായി ഒന്നും മിണ്ടാണ്ടിരിക്കോ. ഞാൻ ഇതൊന്നും തുഴഞ്ഞ് എങ്ങനെയൊക്കെ കരയിലെത്താൻ നോക്കട്ടെ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ മനുഷ്യൻ തന്നെയാണോ? ഞാൻ മനുഷ്യനൊക്കെ തന്നെയാടോ. പൈസ ഉള്ളത് ഒരു അഹങ്കാരമായി കൊണ്ടു നടക്കുന്നത് എനിക്ക് അഭിമാനമാണ്. മനസ്സിലായോടോ? ദുരിതാശ്വാസ ക്യാമ്പിലൊന്നും എന്നെ കൊണ്ടുവിടേണ്ട. എന്നെ വേറെ എന്തെങ്കിലും കൊണ്ടുവിട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാറിന്റെ കയ്യിൽ ഒരു പൊടി പൈസ എടുക്കാണ്ടോ ഇപ്പോ? എന്റെ കയ്യിൽ എടുക്കാനുണ്ടോന്നോ? എന്റെ ഗൂഗിൾ പേയിൽ എത്രയുള്ളതെന്ന് തനിക്ക് അറിയോടോ? താൻ രക്ഷിക്കാൻ വന്നതാണെങ്കിൽ രക്ഷിക്ക്, അല്ലാതെ പുരാണം പറയാതെ. എടുക്കും വെള്ളം. ഓ ചേട്ടാ, എടുക്കാം. രക്ഷിച്ചതും പോരാ, താങ്കളുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ട അവസ്ഥയാണല്ലോ. താൻ വണ്ടി എടുക്കണോ? സോറി, തോണി എടുക്കണോ? ചില മനുഷ്യരൊന്നും എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ആണോ? താന് വെള്ളം എടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ വെള്ളം കയറി കൊല്ലാൻ തീരുമാനമാവും. അല്ല, സാറിന്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ? ആ, ഒന്നും പറ്റില്ല. എന്റെ വീട് എത്ര ഉയരത്തിലുള്ളത്? അത്രയ്ക്കൊന്നും ഉണ്ടായില്ല. ദൈവമേ, സ്കൂളിലൊക്കെ വെള്ളം കയറിയെന്നാണല്ലോ കേട്ടത്.
പിള്ളേർക്ക് ഒറ്റ നീന്താനും അറിയില്ലല്ലോ. പെട്ടെന്നുള്ള പുഴകൾക്ക് കൂടിയത് കാരണം എന്നൊക്കെ കേട്ടത്. പുഴകൾക്കും കൂടെ ഉണ്ടെങ്കിൽ എന്റെ ദേവി, എന്റെ മക്കളെ നീ കാത്തോണേ. മക്കളൊക്കെ സേഫ് ആയിരുന്നാ മതിയായിരുന്നു. ടീച്ചേഴ്സിന്റെ ഫോണൊന്നും അടിച്ചിട്ട് കിട്ടുന്നുമില്ല, അങ്ങോട്ട് ആരെയും കടത്തി വിടുന്നുമില്ല. വല്ലാത്ത കഷ്ടമായല്ലോ ഇതൊക്കെ. കുട്ടികളൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും. പെട്ടെന്നുണ്ടായ പുഴയൊഴുക്കില് എന്റെ മക്കൾക്ക് ഒന്നും വരാതിരിക്കട്ടെ. കുഞ്ഞുമുത്താൻ അവിടേക്ക് വെള്ളം കയറിയെന്ന് കേട്ടെ. അപ്പൊ സ്കൂളിലും കയറി കാണും. വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ ഇത്. ഞാൻ എങ്ങനെ ഇപ്പൊ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം? ആരെ ഒന്ന് വിളിക്കാം? കുഞ്ഞുമുത്താനെ വിളിച്ചാലോ? എന്താ ഞാൻ ചെയ്യാ? എന്റെ ദേവി, എന്റെ മക്കളൊക്കെ നീ സംരക്ഷിച്ചോണേ. അവരെല്ലാവരും നീ സുരക്ഷിതരായി വീട്ടിലെത്തിക്കണേ. നീ അതിനെന്നെ സഹായിക്കണേ. അല്ലെങ്കിൽ എന്റെ മക്കളെ എവിടെയെന്നെങ്കിലും അറിയാൻ പറ്റിയാ മതിയായിരുന്നു. സ്കൂളിലേക്ക് വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല, ഒരു വിവരവുമില്ല. ഏട്ടനെ ആണെങ്കിൽ കാണുന്നുമില്ല. വല്ലാത്തൊരു കഷ്ടം തന്നെ. ദുരിതാശ്വാസ ക്യാമ്പായിരുന്ന സ്കൂളിലപ്പൊ കേറിയിരിക്കുന്ന വെള്ളം ഇനി ഇപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നേന്നാവോ. മക്കളൊക്കെ സേഫാന്ന വാർത്ത കേട്ടെ, പക്ഷെ എനിക്കൊരു സമാധാനമില്ല. എല്ലാ വിദ്യാർത്ഥികളും സേഫ് ആയിട്ടുണ്ടെന്നാ കേട്ടെ. പക്ഷെ എന്താ എന്റെ മനസ്സിനൊരു സമാധാനം ഇല്ലാത്ത ദേവി? എന്റെ മക്കള് സമാധാനത്തോടെ അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു.